വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 2 മെയ്. ഇത് നമ്മൾ കവർ ചെയ്യുന്നത് 4 മെയ് മുതൽ 8 മെയ് വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 99 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 23,997 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിഫ്റ്റി ഒരു 24,000 ലെവലിലേക്ക് ഒരു റീബൗണ്ട് ചെയ്തതിന് ശേഷം 22,182 ലെവലിൽ വരെയുള്ള വാറിനോടനുബന്ധിച്ചുള്ള ഒരു ക്രാഷിന് ശേഷമുള്ള ഒരു റീബൗണ്ട് ഒരു സീസ് ഫയർ ഡിക്ലെയർ ചെയ്തതിന് ശേഷം 24,000ലേക്കുള്ള ഒരു റാലി ശേഷം ആ ലെവലിനടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് വരുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റും അടുത്ത ദിവസങ്ങളിലൊക്കെ മൂവ് ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയ റാലിക്കുള്ള ചാൻസ് നമുക്ക് അടുത്ത ആഴ്ചയും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വാറിൻ്റെ കുറേ അധികം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും മോർ ദാൻ 100ഒക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 249 പോയിൻറ്റ്സിൻ്റെ ഒരു ആഡ് ചെയ്ത് 76,913 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 410 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 59,784 വന്നു. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 439 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 18,007 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു മാർക്കറ്റിലൊരു റീബൗണ്ടാണ് നമ്മൾ എല്ലാ സെഗ്മെൻറ്റ്സിലും കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പോൾ ഫ്രൈഡേയിലെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ WTI ക്രൂഡ് ഓയിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് $102 വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 120 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തതായിട്ടുള്ള കുറേ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പലപ്പോഴും നമുക്ക് സ്പോട്ട് ക്രൂഡ് ഓയിൽ റേറ്റൊക്കെ ആണെങ്കിൽ 120ക്ക് മുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും റിയലി ഇപ്പം എത്രയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലക്ച്വേഷനൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ പലപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ WTI ക്രൂഡ് ഓയിലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് $102 വന്നിരിക്കുന്നത്. ഒരു $120 മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഡീസലിൻ്റെ പെട്രോളിൻ്റെയൊക്കെ പ്രൈസ് കൂട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം കുറേയധികം സ്റ്റേറ്റുകളുടെയൊക്കെ ഇലക്ഷൻസിൻ്റെ റിസൾട്ടൊക്കെ കഴിയുന്നതോടുകൂടി ഒരു പക്ഷേ ഒരു ഇൻക്രീസ് എന്തായാലും ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാതിരിക്കാനും സാധിക്കില്ല. കാരണം കുറേയധികം സമയം ഇതുപോലെയുള്ള ഹയർ പ്രൈസ് നമുക്കറിയാം. ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് $60 ലെവലിലാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിളായി കഴിഞ്ഞ് റേറ്റ് ഡബിളായിട്ടുള്ള ഈ സമയത്തൊക്കെ ഇനി ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വേൾഡിലെ പല കൺട്രീസും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വലിയ രീതിയിലൊക്കെ വില കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് UAE ഒപ്പെക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഈ ഒപ്പെക്കിൻ്റെ ഒരു മെമ്പറായിരുന്നു UAE 1967 മുതലുള്ള ഒരു അസോസിയേഷനിലെ മെമ്പർഷിപ്പാണ് UAE കഴിഞ്ഞ് ഈ മെയ് 1 കഴിയുന്നതോടുകൂടി വേണ്ടാന്ന് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഒപ്പെക്കിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി UAEക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും, അവർക്ക് ഇഷ്ടമുള്ള റേറ്റിന് വിൽക്കാനും സാധിക്കും. അപ്പോൾ അവർ ഒപ്പെക്ക് ഫിക്സ് ചെയ്യുന്ന റേറ്റിന് വിൽക്കണമെന്നില്ല. അപ്പോൾ അത് ഒരു പക്ഷേ ഇന്ത്യ പോലെയുള്ള UAE ആയിട്ട് നല്ല ടൈംസിലുള്ള കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കൂടെയാണ്. അപ്പോൾ ഇത് കുറേയധികം നെഗറ്റീവ് ന്യൂസുകളുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള പോസിറ്റീവ് ന്യൂസുകളുണ്ട്. UAEയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒപ്പെക്കിൽ 4ാമത്തെ ഹയസ്റ്റ് പ്രൊഡ്യൂസറാണ് UAE വരുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത് തന്നെയാണ് UAEയുടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ. അപ്പോൾ കുറേയധികം നമുക്കവിടെ നിന്ന് ക്രൂഡ് സോഴ്സ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ ആശ്വാസമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കണ്ടത് നമ്മുടെ ഏപ്രിൽ മന്തിലെ GST കളക്ഷൻ 8.7% കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന് 2.43 lakh crores വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹയസ്റ്റ് കളക്ഷനാണ്, ഓൾ ടൈം ഹയസ്റ്റ് കളക്ഷനായിട്ടുള്ള 2.43 lakhs crore വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പല GST റേറ്റുകളും വളരെ സ്റ്റീപ്പായിട്ട് സ്ലാഷ് ചെയ്യുകയുണ്ടായി. നമുക്ക്
കുറേയധികം ടാരിഫുകൾ ചുമത്താൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് GSTയിലുള്ള വലിയ സ്റ്റീപ്പ് കട്ടൊക്കെ നടത്തിയത്. അപ്പോൾ അതിനുശേഷവും നമ്മൾ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ കാണേണ്ടത്. റേറ്റ് കുറയുമ്പോൾ കൂടുതൽ കൺസംഷൻ വരികയും കൂടുതൽ എക്കണോമിയിൽ ഡിമാൻഡ് വരികയും ചെയ്യുമെന്നുള്ള ഒരു അസംഷൻ ഉണ്ടായിരുന്നു അന്ന് തന്നെ. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ മറ്റൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ഈ GSTയിലെ കളക്ഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും നമുക്കൊരു 2.43 lakhs ഒരു പുതിയ റെക്കോർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രോസ് GST കളക്ഷൻ ഇത്രയും വരുമ്പോൾ നെറ്റ് GST കളക്ഷൻ നോക്കുകയാണെങ്കിൽ 2.11 lakh crore ആണ് വരുന്നത്. അത് നെറ്റ് GST 7.3% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രോസ് ഡൊമസ്റ്റിക് റവന്യൂ 1.85 lakh crores-ലേക്കും അത് ഒരു 4.3% ഇൻക്രീസും. GST ഫ്രം ഇമ്പോർട്ട്സ് വരുന്നത് 57,580 crores-ൻ്റെയാണ്. അതൊരു 25.8% ഇൻക്രീസ് നമ്മൾ ഇമ്പോർട്ട്സിലുള്ള GSTയിലും വന്നിരിക്കുന്ന ഒരു ഡാറ്റ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ പക്ഷേ നമ്മളൊരു കമ്പനിയിൽ പലപ്പോഴും പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് എന്താണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ വാങ്ങുമ്പോൾ എന്താണ് ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാതെ ആയിരിക്കും പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വീഡിയോന് കുറേയധികം ലേഡീസായിട്ടുള്ള ക്ലയൻസൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഫ്രഷായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമായിട്ട് വരുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓണർഷിപ്പ് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ പലർക്കും ഇല്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് ഒരു പ്രൊമോട്ടർ ഉണ്ടായിരിക്കും. ആ പ്രൊമോട്ടർ പലപ്പോഴും കമ്പനിയിലൊരു മോർ ദാൻ 50% ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഒരു പ്രൊമോട്ടറായിട്ട് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഞാൻ ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യമാണ് പ്രത്യേകിച്ചും പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കൊരു ഓണർഷിപ്പിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊമോട്ടർ, അതായത് ഒരു ഓണർ ഗ്രൂപ്പ്, പലപ്പോഴും നമ്മൾ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ പക്ഷേ പലപ്പോഴും ഒരു ഫാമിലി ആയിരിക്കും. ഫാമിലി ഓൺഡ് കമ്പനികളെ ലിസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അവരുടെ കയ്യിലുള്ള കുറേയധികം സ്റ്റോക്കുകൾ പബ്ലിക്കിന് വിറ്റുകൊണ്ടാണ് പലപ്പോഴും IPOs നടക്കുക. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറുകൾ. അങ്ങനെ ആണ് പബ്ലിക്കിന് ആ ഷെയറുകൾ നമ്മൾ IPOയ്ക്ക് അപ്ലൈ ചെയ്ത് വാങ്ങുകയും അതിൽ വരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റോക്കിനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവർ എന്നുള്ളൊരു കാറ്റഗറി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെ നമുക്ക് പ്രൊമോട്ടേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും പിന്നെ മറ്റുള്ളവർ എന്നുള്ളൊരു കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പൈ ചാർട്ടിൽ നമുക്ക് എവിടെ നോക്കിയാലും വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ഒരു പ്രൊമോട്ടർ എത്ര പെർസെൻറ്റേജ് ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഒരു കമ്പനിയിൽ ഒരു 50%-ലധികം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയുന്ന പോലെ ആ പ്രൊമോട്ടർക്ക് അത്രയധികം ഇൻട്രസ്റ്റ് ആ കമ്പനിയിലുണ്ടാകും. ഒരു 50%-ലധികം ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ, ചില കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രൊമോട്ടർ ഒരു 20% ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രം സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആ പ്രൊമോട്ടർക്ക് അത്രയധികം കോൺഫിഡൻസ് ആ കമ്പനിയിലില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് വിറ്റ് കുറച്ച് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് തന്നെ കമ്പനിയിൽ ഒരു സക്സസിനെ കുറിച്ച് വലിയ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് എന്നുള്ളൊരു അസംഷൻ നമുക്ക് വേണം. പക്ഷേ ചില കമ്പനികൾ പബ്ലിക് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേയധികം സ്റ്റേക്ക് കുറയ്ക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പ്ലേസ് ചെയ്ത് ഒരു പക്ഷേ 35% ഒരു 40% ഒക്കെ ഉണ്ടെങ്കിലും നമ്മളതേ സമയം നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോൾഡിങ് അതുപോലെ തന്നെ ഫോറിൻ
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോൾഡിങ്, അതായത് പ്രൊമോട്ടർ പ്ലസ് മ്യൂച്വൽ ഫണ്ട് പ്ലസ് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോൾഡിങ് ഒരു 55-60% വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു നല്ല ഇൻഡിക്കേഷനായിട്ട് തന്നെ കാണാം. കാരണം ഒരു പ്രൊമോട്ടർ ഹോൾഡിങ് കുറച്ചിരിക്കുന്നത് അത് കൂടുതലും മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്കും അല്ലെങ്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ആണെങ്കിൽ ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ നല്ല റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ അത്രയും കോൺഫിഡൻസ് ഉള്ള കമ്പനികളാണ്. അപ്പോൾ ഒരു പ്രൊമോട്ടർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ അവർ മറ്റൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവരുടെ എക്സിസ്റ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ്സിൻ്റെ ഒരു 10% കൂടെ ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്കൊക്കെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ 40%-ലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം പ്രൊമോട്ടേഴ്സിന് എത്ര പെർസെൻറ്റേജ് ഹോൾഡിംഗ് ഉണ്ടെന്ന് നോക്കണം. 50% കൂടുതൽ, ചിലപ്പോൾ 70% കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് തന്നെയാണ് ഞാൻ പറയുക. അതേസമയം പ്രൊമോട്ടർക്ക് 40%-ഓ അല്ലെങ്കിൽ 30%-ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളും 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും എത്ര പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇത് പ്രൊമോട്ടറും മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ഈ കമ്പനിയിൽ ഒരു 60% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറിച്ച് കൂടുതൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഞങ്ങളുടെ ക്ലയൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ റിസർച്ച് റിപ്പോർട്ടുകളിൽ എപ്പോഴും പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് ഒരു പൈ ചാർട്ടിൽ എങ്ങനെയാണ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്, 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡ് ചെയ്യുന്നത്, റീറ്റെയിൽ ക്ലയൻസ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒരു പൈ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് നോർമലി ഞങ്ങൾ ഒരു 50% പോലും പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യാത്ത കമ്പനീനെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല. അത് ബേസിക്കലി നമ്മുടെ ഓരോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളൊരു പ്രൊമോട്ടർ സ്റ്റേക്ക് കുറച്ച് വരും. നമുക്ക് എല്ലാ ക്വാർട്ടറിൻ്റെയും പ്രൊമോട്ടറുടെ സ്റ്റേക്ക് നമുക്ക് കാണാനായിട്ടുള്ള അവസരം നമ്മൾ മിക്ക വെബ്സൈറ്റുകളിലും BSE അല്ലെങ്കിൽ NSE സൈറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രൊമോട്ടറുടെ സ്റ്റേക്ക് കുറയുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ല. പക്ഷേ എപ്പോഴും പ്രൊമോട്ടറുടെ സ്റ്റേക്ക് കുറയുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ നിന്നും ഒരു സ്റ്റോക്ക്, ഒരു പുതിയ കമ്പനി ഒരു IPO അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ, നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പാണ് എന്നുള്ളൊരു ബേസിക് പോയിൻ്റ്, ആ ഒരു വികാരം നമ്മൾക്ക് വേണം. അതായത് ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓണറാണ് ഞാൻ എന്നുള്ളൊരു വികാരം അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ യങ്ങർ ഏജസിൽ 100 ഷെയർസ് വാങ്ങിക്കൊണ്ടായിരിക്കും നമ്മളൊരു പക്ഷേ, അല്ലെങ്കിൽ ഒരു 10 ഷെയർസ് വാങ്ങിക്കൊണ്ടായിരിക്കും നമ്മളൊരു കമ്പനിയിൽ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ആ തിങ്കിങ് നമ്മളത് ഒരു ചിന്താഗതി അങ്ങനെ ഡെവലപ്പ് ചെയ്യുക. ഞാൻ ആ കമ്പനിയിൽ വാങ്ങുന്നു, ഇപ്പോൾ ഒരു റിലയൻസിൻ്റെ 10 ഷെയർ അല്ലെങ്കിൽ TCSൻ്റെ 10 ഷെയർ, അതും അല്ലെങ്കിൽ ഇൻഫോസിസിൻ്റെ 10 ഷെയർ ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ വാങ്ങുന്നതെന്നും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആ കമ്പനിയുടെ അസറ്റ്സിലും അതുപോലെ പ്രോഫിറ്റ്സിലും അതുപോലെ തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിലും ഒക്കെ നമുക്കൊരു ഷെയർ ലഭിക്കാവുന്ന രീതിയിലാണ് നമ്മളത് വാങ്ങുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരുപക്ഷെ ഞാൻ പലപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളൊരു പോയിൻ്റാണ്, ഒരു സ്റ്റോക്കിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ മാസവും ആ സ്റ്റോക്കിൻ്റെ ഒരു 10 ഷെയർസോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഫണ്ടുള്ളപ്പോൾ ഒരു 100 ഷെയർസൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ, എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്, അദ്ദേഹം ഇതുപോലെ LNT എന്നുള്ള ഷെയർ പലപ്പോഴായിട്ട് വാങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 LNTയുടെ ഷെയറുള്ളൊരു ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പക്ഷേ ഇമ്പോസിബിൾ എന്ന് നമുക്കിപ്പോൾ തോന്നുന്നൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ ഷെയറിനെ 10 എണ്ണോ 50 എണ്ണോ 100 എണ്ണോ ഒക്കെ ആയിട്ട് പല പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 1000 ആകുകയും അതിനുശേഷം ആ ഷെയർ പ്രൈസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ
ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും വീഡിയോസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 10 കൊല്ലം നോക്കി തന്നെ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. നമ്മൾ കുറേയധികം എലക്ഷൻസ് കടന്നുപോയി, നമ്മൾ കണ്ടു ഓരോ എലക്ഷൻസ് വരുമ്പോഴും സെൻട്രൽ ഗവൺമെൻറ് മാറുമോ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കഷൻസ് വരും. അതിൻ്റെ പേരിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും, മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. പക്ഷേ എലക്ഷൻ കഴിഞ്ഞൊരു സ്റ്റേബിൾ ഗവൺമെൻറ് വരികയാണെങ്കിൽ മാർക്കറ്റ് വലിയ റാലി നടത്തും. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളൊരു പാൻഡമിക് കണ്ടു, നമ്മൾ ഒരു ഫ്ലഡ് കണ്ടു, ഡിമോണിറ്റൈസേഷൻ കണ്ടു, വാറുകൾ കണ്ടു. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു വാറുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല കമ്പനികളെല്ലാം വീണ്ടും പെർഫോം ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ കമ്പനിയുടെ നമ്മളൊരു ഓണറാണ്, ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യണം. അല്ലാതെ ഇതിവിടെ നമ്മൾ ഇട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ല എന്നുള്ളൊരു ബേസിക് കാര്യം നമ്മളൊരു ഓണറിൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നടക്കുള്ളൂ. അതേസമയം നമുക്കൊരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വന്നാൽ, നല്ല രീതിയിലൊരു പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമുക്കതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്കത് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു അവസരം സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പാണ് വാങ്ങുന്നത്. അതേസമയം നമുക്കൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനി വളരെ നല്ലൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾക്ക് ഈ കമ്പനിയിലേക്കാൾ നല്ല പ്രോഫിറ്റ് തരാവുന്ന ഒരു അവസരമുള്ളൊരു കമ്പനിയെ കണ്ടു കഴിഞ്ഞാൽ ഈ കമ്പനിയെ വിറ്റതിന് ശേഷം ആ കമ്പനിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വിത്തിൻ 2 days പോലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതേസമയം നമ്മളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ്സാണ് തുടങ്ങിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് നിർത്തി അല്ലെങ്കിൽ അത് വിറ്റ് ആ ക്യാഷ് റിയലൈസ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു സമയമാണ് എസ്പെഷ്യലി ഇപ്പോഴുള്ളതല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പകുതി പോലും നമ്മുടെ പൈസ റിലൈസ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ പോലും നടക്കില്ല. അപ്പോൾ ഒരു ലോസിലുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ആൾ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു ബിസിനസ്, ഒരു ജ്വല്ലറി നടത്തുന്ന ആൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്നതിന് പകരം ടെക്സ്റ്റൈൽ സെക്ടറിലുള്ളൊരു നല്ല ലിസ്റ്റഡ് കമ്പനിയിലെ സ്റ്റോക്കുകൾ വാങ്ങി അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വൈസ് ചെയ്യുക. കാരണം അപ്പോൾ നമ്മളതിൻ്റെ ഡെയിലി മാനേജ്മെൻറ്റിലേക്ക് പോകേണ്ട, നമുക്കതിന് വേണ്ട സ്കിൽ സെറ്റൊന്നും നമ്മുടെ കയ്യിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ആവാനുള്ള പോസിബിലിറ്റി നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് യാതൊരു വിധത്തിലും നമ്മൾ എഫക്റ്റ് ആവാതെ തന്നെ നമുക്ക് പുതിയൊരു ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് ഉള്ളൊരു അവസരം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നുണ്ട്. അത് നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലുള്ള ഏത് കമ്പനിയിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നവർക്ക് ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ ഞങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് മീഡിയയിൽ അവൈലബിൾ അല്ല. പലരും ഒരു മിസ്ഗൈഡ് ചെയ്ത് ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷനിലേക്കാണ് പലപ്പോഴും പോകുന്നത്. അത് ഒരുപക്ഷെ പലപ്പോഴും ബ്രോക്കിംഗ് ഹൗസുകൾക്ക് ഉള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ട്രേഡ് നടക്കുന്നതിലാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി അന്ന് തന്നെ വാങ്ങി വിൽക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും അവർ കൂടുതൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ട്രേഡിംഗ് അല്ല സ്പെക്കുലേഷനും അല്ല ഞാൻ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതും എനിക്കൊരു മിനിമം പീരീഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ മിനിമം 10% പ്രോഫിറ്റ് നേടിയാൽ മാത്രമേ ഞാൻ വിൽക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ആംഗിളിൽ വേണം നമ്മൾ ചിന്തിക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതുപോലെ തന്നെ നമ്മളൊരു ഓണർഷിപ്പാണ് ഒരു കമ്പനിയുടെ വാങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു റിയൽ നല്ലൊരു നമ്മൾ ഒരു പാതയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഞങ്ങളൊരു പുതിയതായിട്ടൊരു ഞങ്ങളുടെ ആപ്ലിക്കേഷനുള്ളൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷേ അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ക്ലയൻസിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ചില മാർക്കറ്റിലുണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു അപ്ഡേറ്റ്സ് എന്നുള്ളൊരു സെക്ഷനുണ്ട്, അതിലൂടെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെൽ സൗണ്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്ലയൻസിനെല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നോർമലി ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഫസ്റ്റത്തെ
തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് ആണ് വരുന്നത്. അത് പെയ്ഡ് ക്ലയൻസിനെല്ലാം ആ റെക്കമെൻഡേഷൻസ് വ്യൂ ചെയ്യാൻ സാധിക്കും. അവരേത് സ്വിംഗ് ഡെലിവറി ആണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് കാണാം. അല്ലെങ്കിൽ വെൽത്ത് പാക്ക് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ വെൽത്ത് പാക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റ് ഗോൾഡൻ പിക്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡയമണ്ട് പിക്ക് ആണെങ്കിൽ അതെല്ലാം അവിടെ കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് എവിടെയുള്ള ക്ലയൻസിനും ഞങ്ങളുടെ ഇത് ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡായിട്ട് ഞങ്ങളുടെ ഒരു ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിലുള്ളത് ഇൻവെസ്റ്റർ ചാർട്ടറും അതുപോലെ തന്നെ കുറേയധികം സെബിയുടെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അതുപോലെ മൂന്നാമത്തെ ഇതിൽ വരുന്നത് ആണ് ഞങ്ങൾ ഈ പറയുന്ന മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റോക്കുകളെ കുറിച്ച്, ഏതെങ്കിലും സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നമ്മൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ചായിരിക്കും ഇതിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം ഒരു മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളായിരിക്കും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളൊരു സജീഷ് സെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ജിയോജിത്തിൻ്റെ ക്ലയൻസിന് ഞാൻ ജിയോത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിസർച്ച് അതെല്ലാം ട്രേഡിംഗ് ടെർമിനലെല്ലാം പോപ്പപ്പ് ചെയ്തിരുന്ന മെസ്സേജുകൾ സജീഷ് സെയ്സ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ സജീഷ് സെയ്സ് എന്നുള്ള രീതിയിലാണ് ഈ അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസൊക്കെ എടുക്കാനും സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളതിൽ നാലാമത്തെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് വ്യൂ, നമ്മുടെ വീക്കിലി വീഡിയോസും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് അഞ്ചാമത്തെ പെർഫോമൻസ് എന്നുള്ള ഒരു സെക്ഷനാണ്. ആ പെർഫോമൻസ് സെക്ഷനിൽ ഞങ്ങളുടെ ഏതെങ്കിലും സ്റ്റോക്കുകളൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ സെക്ഷനിൽ അത് ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാം അവിടെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷന് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലയൻസും. അതുപോലെ തന്നെ നിങ്ങൾ ക്ലയൻ്റ് അല്ല എന്നുണ്ടെങ്കിലും വ്യൂവറാണെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ വരുന്ന ഈ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇതിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതുമെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്ലയൻസിൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചുള്ള ഒരു പുതിയ ചേഞ്ച്. അതുപോലെ അതിൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായിട്ട് തരികയാണെങ്കിൽ അതുകൂടെ ഞങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു മൺഡേ മുതൽ 4th കുറേയധികം സ്റ്റേറ്റ് എലക്ഷൻസ് വരുന്നുണ്ട്. കേരള അടക്കമുള്ള സ്റ്റേറ്റ് എലക്ഷൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെയുള്ള തമിഴ്നാടിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും ആസാമിൻ്റെയും ഒക്കെ റിസൾട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട്സും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ വലിയ ബന്ധമുണ്ട് അല്ലേ? അപ്പോൾ എസ്പെഷ്യലി നമ്മൾക്ക് ബംഗാളിൻ്റെ ഇലക്ഷനാണ് റിയലി ഇങ്ങനൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം അവിടെ നമുക്കറിയാം TMC മാറി BJP സക്സസ് ആകും, വിജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുറേ പോളുകളിൽ നിന്നൊക്കെ ഉള്ള ഒരു ഇത് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അതിന് വളരെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ തുടർന്നൊരു പക്ഷേ മാർക്കറ്റിൽ ഒരു വലിയ റാലി നടക്കാനും പോസിബിലിറ്റി ഉണ്ട്. അത് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ തമിഴ്നാടിനാണെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പല പോളുകളുടെ റിസൾട്ട് വരുമ്പോൾ DMK തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. അപ്പോൾ DMK ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് സൺ TV ആയിരിക്കും ഒരു പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുക. അതേസമയം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ UDF ആണെങ്കിലും LDF ആണെന്നുണ്ടെങ്കിലും പ്രതിപക്ഷ ഒരു പാർട്ടികളായതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്, അവരുടെ ഒരു സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഇലക്ഷനുമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേസമയം ബംഗാളിൽ BJP വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചില സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അനലൈസ് ചെയ്യേണ്ടത് പൊളിറ്റിക്സ് ആണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ പൊളിറ്റിക്സിൻ്റെ ഇമ്പാക്റ്റ് മൂലം ഏതെങ്കിലും സ്റ്റോക്കുകൾ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക്
പ്രോഫിറ്റ് നേടാനുള്ളൊരു അവസരമായിരിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യം ഇതുപോലെയുള്ള ഒരു BJPയുടെ വിൻ സിനേറിയ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ പോളുകളുടെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു കമ്പനിയാണ് CESC എന്നുള്ള കമ്പനി. ഇതൊരു സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് പവർ യൂട്ടിലിറ്റിയാണ് ഈ കമ്പനി നൽകുന്ന സർവീസ്. പവർ ജനറേഷനാണ് കമ്പനിക്കൊരു കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 2140 മെഗാ MW എന്നുള്ള ഒരു സർവീസിലൂടെ ഇത്രയധികം 5 തെർമൽ പവർ സ്റ്റേഷനുകളിലൂടെയൊക്കെ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് കമ്പനി കൽക്കട്ടയിലേക്കും നോയിഡയിലും ഒക്കെ ഒരു 78% ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ CESC എന്നുള്ളത്. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഈ സ്റ്റേറ്റിന് ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യലാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ CESC എന്നുള്ള കമ്പനിക്ക് കുറേയധികം അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. അത് നമുക്ക് നോക്കാം. ഈ കമ്പനി ഒരു 212 ലെവലിൽ നിന്നൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 187 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ CESC നമുക്കൊരു എലക്ഷൻ ബെറ്റാണ്. ഇലക്ഷന് BJP വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ CESCയിൽ വരും ദിവസങ്ങളിൽ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു ഒരു സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക്. ഇത് ബേസിക്കലി ഈ കമ്പനിക്ക് ബന്ധൻ ബാങ്കിന് മൈക്രോ ഫിനാൻസിൽ ബംഗാളിലേക്ക് ഒരു ഹൈ എക്സ്പോഷറുള്ള ഒരു ബാങ്കാണ് ബന്ധൻ ബാങ്ക് എന്നുള്ളത്. ഈ സ്റ്റോക്ക് 741 ആയിരുന്നു 217 ട്രേഡ് ചെയ്തിരുന്നത്. 2018 741 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വലിയ കറക്ഷനിലൂടെയൊക്കെ പോയതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ ഒരു റീബൗണ്ടോടുകൂടി വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 199 നമുക്ക് കാണാൻ. കഴിഞ്ഞ വീക്കിൽ മാത്രം സ്റ്റോക്ക് 14% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബന്ധൻ ബാങ്ക് അനദർ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പെർഫോം ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ KEC ഇൻ്റർനാഷണൽ ആണ്. പവർ ട്രാൻസ്മിഷൻ ഇൻഫ്ര ആണ് ഈ കമ്പനി. ഈ കമ്പനി 1313 ലെവലിൽ നിന്നും 24 ആ ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് കറക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു 560 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഇലക്ഷനോട് അനുബന്ധിച്ച് ഒരു റീബൗണ്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ITCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു എക്കണോമിക് ഐക്കോൺ എന്ന് പറയാവുന്ന രീതിയിൽ കാണാവുന്ന ഒരു കമ്പനിയാണ് ITC എന്നുള്ളത്. അപ്പോൾ കമ്പനി നമുക്കറിയാം ഒരു 110+ ഇയേഴ്സായിട്ട് കൽക്കട്ടയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയും ITCയും വരും ദിവസങ്ങളിൽ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കാണുന്ന ITCയുടെ ചാർട്ടാണ്. നമ്മളൊരു 499 എന്നുള്ള ലെവലിലൊക്കെ ഹൈ ടെസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്ക് കറക്റ്റ് ചെയ്തത് ഒരു പക്ഷേ ഈ ഹോട്ടൽ ഡിവിഷൻ ഡീമർജ് ചെയ്തോടുകൂടിയൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 314 ITCയും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതുപോലെ മറ്റൊരു ബെനിഫിറ്റ് ഈ ഇലക്ഷൻ്റെ റിസൾട്ടോടുകൂടി ബെനിഫിറ്റ് വരാവുന്ന ഒരു സ്റ്റോക്കാണ് NCC. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 163 NCCയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് TMC ആണ് അതേസമയം അവിടെ അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ കുറേയധികം നമുക്കറിയാം ഈ ആ ഒരു സിനേറിയോയിൽ ബർജർ പെയിൻസും ഇമാമിയും ഇതുപോലെയുള്ള കമ്പനികൾക്കായിരിക്കും കൂടുതൽ അവിടെ ഒരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഇതാണ് ബംഗാളിലെ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കണ്ടതാണ്. NVIDIA എന്നുള്ള ചിപ്പ് മേക്കർ US ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 4241 lakh crores റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ടോട്ടൽ സ്റ്റോക്കുകൾ, ഇന്ത്യയുടെ എല്ലാ സ്റ്റോക്കുകളുടെയും കൂടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 4014 lakh crores ആണ് വരുന്നത്. അപ്പോൾ ഒരു സിംഗിൾ കമ്പനി US ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്
ഇന്ത്യയുടെ എല്ലാ സ്റ്റോക്കുകളുടെയും മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ കൂടുതലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ്. പക്ഷേ അതിൽ ഏറ്റവും ഒരു ഐറണി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ NVIDIAയുടെ 33% എൻജിനീയേഴ്സും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ എൻജിനീയേഴ്സാണ് ഇത്രയധികം വലിയ വെൽത്ത് അവിടെ ബിൽഡ് ചെയ്യാൻ ഈ കമ്പനിയുടെ പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനില്ല. അപ്പോൾ എന്തായാലും NVIDIA ഒരു വലിയ സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഇന്ത്യക്കാരോടും പറയുക, അറ്റ്ലീസ്റ്റ് നമ്മളൊരു 10 NVIDIAയുടെ ഷെയറെങ്കിലും നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുക. ഇന്ന് നമുക്ക് US സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കതിന് എങ്ങനെയാണത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കൂടുതൽ വേണ്ടവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ഗൈഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് NVIDIA എന്നുള്ളത്. അപ്പോൾ NVIDIAയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റാലി നടന്നപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റും നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ NVIDIAയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ AI ഡിസ്ട്രപ്ഷൻ നടക്കുന്നത് ഈ ആന്ത്രോപ്പിക്കിൻ്റെ കുറേയധികം AI പ്രോഡക്ട്സ് വരുന്നതുകൊണ്ടാണെന്നുള്ളൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ആന്ത്രോപ്പിക്കിൽ ഒരു 3% ഹോൾഡ് ചെയ്യുന്നത് NVIDIA ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി NVIDIA വാങ്ങുന്നവർ ആന്ത്രോപ്പിക്കിലും ലിസ്റ്റഡ് അല്ലാത്ത കമ്പനിയായിട്ടുള്ള ആന്ത്രോപ്പിക്കിലും ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ NVIDIA എന്നുള്ള യൂസിൻ്റെ അവരുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള കമ്പനിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതും അത് യൂസിൽ നമുക്ക് അവരുടെ ഒരു കമ്പനി നമുക്ക് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും നമ്മൾ പല രീതിയിലൊക്കെ അപമാനിക്കുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പ്രതികാരം ചെയ്യാവുന്നത് അവരുടെ ഏറ്റവും വലിയ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ആ കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരു പാർട്ട് നമ്മളും വാങ്ങിക്കൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ സാധിക്കും. കഴിയാവുന്നവരെല്ലാവരും വാങ്ങുക. ഇന്ത്യയിൽ 140 കോടിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 കോടി ആൾക്കാരൊക്കെ എനിക്കത് വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ Q4 റിസൾട്ട്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. കുറേയധികം കമ്പനികൾ നല്ല Q4 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനികളൊന്ന് ഗ്ലാൻസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറേയധികം റിസൾട്ട്സ് ഉണ്ട്. എല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ നമ്മൾ കവർ ചെയ്യാം. അപ്പോൾ IndusInd ബാങ്ക് ആണ് ഒരു വളരെ നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്ത കമ്പനി. നെറ്റ് പ്രോഫിറ്റ് 126% ഉയർന്നു 594 crores ആണ് IndusInd ബാങ്കിൻ്റെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന Q4 റിസൾട്ട്. അതുപോലെ മറ്റൊരു കമ്പനി ജയ്സ്വാൾ നീക്കോ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് 87% ഉയർന്ന് 191 crores നെറ്റ് പ്രോഫിറ്റാണ് ജയ്സ്വാൾ നീക്കോ ഇൻഡസ്ട്രീസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കമ്പനി ശ്രീറാം ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന് 3021 crores വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും സൈസുള്ള ഒരു കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ്. അതുകൊണ്ട് തന്നെ 41% നെറ്റ് പ്രോഫിറ്റിൽ ജമ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രോത്ത് തന്നെയാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്. ഈ കമ്പനി 106% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 940 crores നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ സിമൻസ് 231% നെറ്റ് പ്രോഫിറ്റിൽ ജമ്പോട് കൂടി 59.5 crores നെറ്റ് പ്രോഫിറ്റാണ് ഇന്ത്യ സിമൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ SBFC ഫിനാൻസ് 30% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് 123 crores. അതുപോലെ RBL ബാങ്ക് 235% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 230 crores നെറ്റ് പ്രോഫിറ്റുമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ L&T ഫിനാൻസ് 27% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 809 crores നെറ്റ് പ്രോഫിറ്റും. അതുപോലെ കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി 79% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 144 crores. അതുപോലെ AI ഫിനാൻസ് ലിമിറ്റഡ് ഇതൊരു പുതിയ ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 111% ഉയർന്ന് 85.9 crores വന്നിട്ടുണ്ട്. ഈ AI ഫിനാൻസ് ലിമിറ്റഡ് ഞാൻ IPOയിൽ അപ്ലൈ ചെയ്തതാണ്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പോർട്ട്ഫോളിയോയിൽ നോക്കിയപ്പോഴാണ് ഈ കമ്പനി ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് മറന്നുപോയിരുന്നു. അപ്പോൾ ഈ കമ്പനി എൻ്റെ പോർട്ട്ഫോളിയോയിൽ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അന്ന് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ റിസൾട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയും നമുക്ക് വരും ദിവസങ്ങളിലൊന്ന് വാച്ച് ചെയ്യാം. അതുപോലെ വെബ്സോൾ എനർജി സിസ്റ്റംസ് കഴിഞ്ഞ ദിവസത്തിൽ 158% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തോടു കൂടിയാണ് 124 crores നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ പിർമാൽ ഫിനാൻസ്
392% നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്തോടുകൂടി 502 ക്രോസിൻ്റെ റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് 102 ക്രോസ് കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറിലുള്ള റിസൾട്ടാണ് 502ലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ഹ്യൂജ് ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 65% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തോടുകൂടി 832 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ ധനലക്ഷ്മി ബാങ്ക് 50% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 43.5 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ ബന്ധൻ ബാങ്ക് 68% നെറ്റ് പ്രോഫിറ്റിലൊരു ഗ്രോത്തോടുകൂടി 534 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് 87% നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസോടുകൂടി 31 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ MV ഫോട്ടോ വോൾട്ടായിക് പവർ എന്നുള്ള കമ്പനി 89% ഒരു പ്രോഫിറ്റിലൊരു ഗ്രോത്തോടുകൂടി 392 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് 21,665% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 111 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ വർഷം ഈ ഒരു 51 ലാക്സിൻ്റെ മാത്രമായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഹ്യൂജ് ഇൻക്രീസ് പെർസെൻറ്റേജ് വൈസ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ സ്കിപ്പർ ലിമിറ്റഡ് ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഒരു 70% വരുന്ന 75.6%, 75.6 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ അക്യൂട്ടാസ് കെമിക്കൽസ് 114% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 134 ക്രോസിൻ്റെ നെറ്റ് പ്രോഫിറ്റും, അതുപോലെ കെം ഇന്ത്യ പ്രൊജക്ട്സ് 114% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 242 ക്രോർസും, അതുപോലെ അദാനി പവർ 64% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസോടുകൂടി 4,271 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റുമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ കൊഹാൻസ് ലൈഫ് സയൻസ് 34% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ കെം ഇന്ത്യ പ്രോജക്ട്സ് 25% ഉയർന്നും, സഫയർ ഫുഡ്സ് 22% ഉയർന്നും, ടാറ്റ കെമിക്കൽസ് 16%, ദേവയാനി ഇൻ്റർനാഷണൽ 16% ഉയർന്നും, HFCL 15% ഉയർന്നും, ഇൻവെഞ്ചറസ് നോളേജ് 15% ഉയർന്നും, ബന്ധൻ ബാങ്ക് 14% ഉയർന്നും, കോൺകോഡ് ബയോടെക് 12% ഉയർന്നും, ടെന്നേക്കോ ക്ലീൻ എയർ 12% ഉയർന്നും, ജെയിൻ റിസോഴ്സസ് റീസൈക്ലിംഗ് 11% ഉയർന്നും, സിഞ്ചൻ ഇൻ്റർനാഷണൽ 11% ഉയർന്നും, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാം FIS 22,599.4 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,285.9 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി 24th ഏപ്രിലിന് ക്ലോസ് ചെയ്തിരുന്നത് 23,897 ആണ്. 27th ഏപ്രിലിന് 194 പോയിൻറ്റ്സ് ഉയർന്നും, 28th ഏപ്രിലിന് 97 പോയിൻറ്റ്സ് താഴ്ന്നും, 29th ഏപ്രിലിന് 181 പോയിൻറ്റ്സ് ഉയർന്നും, അതുപോലെ 30th ഏപ്രിലിന് 180 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 99 പോയിൻറ്റ്സോടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി ഏപ്രിൽ മന്തിൽ 1,666 പോയിൻറ്റ്സോടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളൊരു വളരെ നല്ലൊരു ക്ലോസിങ്ങോടുകൂടി ഏപ്രിൽ മന്ത് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. മെയ് മന്തിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച മുതൽ ട്രേഡിംഗ് ആരംഭിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. 20 DMA വരുന്നത് 23,945 50 DMA വരുന്നത് 24,108 100 DMA വരുന്നത് 24,940 അതുപോലെ 200 DMA വരുന്നത് 25,090 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വാറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ നിഫ്റ്റി ഈ 200 DMA എന്നുള്ള 25,090 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് നമുക്കിനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,042 ആ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കുക 24,288, 24,580, 24,826,
26,012, 27,423 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 24,014 താഴെ സപ്പോർട്ടുകളായിരിക്കുക 23,750, 23,504, 23,212, 22,585, 21,174 എന്നീ ലെവൽസ് ആയിരിക്കും. നെക്സ്റ്റ് വീക്കിലേക്കൊരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 24,826ഉം ലോവർ റേഞ്ച് 23,212 ആയിരിക്കും. അതുപോലെ പിവറ്റ് ആയിട്ട് നിൽക്കുക 24,042 ആയിരിക്കും. അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ആരതി ഇൻഡസ്ട്രീസ്, ചെന്നൈ പെട്രോളിയം, ദീപക് നൈട്രിക്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, അതുപോലെ മീഷോ എന്നീ സ്റ്റോക്കുകളാണ്. നമുക്ക് ഈ സ്റ്റോക്കുകളുടെ ചാർട്ടുകളൊന്ന് നോക്കാം. ആരതി ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു ബ്രേക്കൗട്ടോടുകൂടി കഴിഞ്ഞ ആഴ്ചയിൽ 507 ലെവലിലേക്കാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്കാണ് ചെന്നൈ പെട്രോളിയം. ഈ ചെന്നൈ പെട്രോളിയം നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റോടുകൂടി 1128ലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലെല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചെന്നൈ പെട്രോളിയം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു അപ് ട്രെൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് ചെന്നൈ പെട്രോളിയത്തിന് ഇനിയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ ദീപക് നൈട്രേറ്റ് എന്നുള്ള സ്റ്റോക്ക് ഒരു വീക്കിലി ട്രെൻഡ് ലൈനിന് മുകളിലേക്ക് മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. 1736ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു അപ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 334ലാണ്. ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിലൊരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്താവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്കാണ് മീഷോ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു ലേറ്റസ്റ്റ് ഒരു ലിസ്റ്റിംഗ് ആണ്. 254 ലെവലിലൊരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കറക്ഷനിലൂടെ കടന്നു പോയിരുന്ന ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ടായിരുന്നു. 193 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മീഷോ ഒരു പക്ഷേ ഒരു ഈ ലിസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഒരു ഹൈ ആയിട്ടുള്ളൊരു 254 ഒക്കെ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റിയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആരതി ഇൻഡസ്ട്രീസ്, ചെന്നൈ പെട്രോളിയം, ദീപക് നൈട്രേറ്റ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, അതുപോലെ മീഷോ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.